ആലിസ നമുക്ക് പോണ്ടേടി. ഇപ്പൊ ചെന്ന കടകളിലൊക്കെ തിരക്ക് കുറവായിരിക്കും. ഊണ് കാലാവുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്തുകയും ചെയ്യാം. അത് വേണ്ട, ഞാനിന്ന് ഇവിടെ ചോറ് വെച്ചിട്ടില്ല. ആണോ? നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാം. അത് വേണോ? ഇല്ല, ഇച്ചായ ഇത്ര പിശുക്കത്തരം പാടില്ലേ. എന്തോരം പൈസ ഉണ്ട് കയ്യില്. പിന്നെ എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ മതി. ഇടി പിശുക്കിന്റെ അല്ല, പുറത്തെ ആഹാരത്തിന് നിന്റെ ആഹാരത്തിന്റെ ടേസ്റ്റിന്റെ പകുതി ടേസ്റ്റ് എങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അതില്ലടി. അയ്യോ, അത്രക്ക് അങ്ങോട്ട് സൂചിപ്പിക്കല്ലേ. സൂചിപ്പിച്ചല്ല. ഇന്ന് ഫുഡ് എന്തായാലും പുറത്തുനിന്ന് കഴിച്ചാൽ മതി. ഇച്ചായ ഞാൻ രാവിലെ എന്നെ അപ്പുറത്തെ വീട്ടിൽ പോകാൻ വേണ്ടി വിളിച്ചു. അപ്പൊ ഞാൻ വന്നില്ലേ? വന്നായിരുന്നു. അപ്പൊ ഇച്ചായൻ എന്റെ ഈ ആവശ്യം നടത്തി തരണം. എന്നാല് ഹോട്ടലിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ മടുപ്പാടി. ആണോ? രാവിലെ അപ്പുറത്തെ വീട്ടിൽ പോകാൻ ഒരു മടുപ്പില്ലായിരുന്നല്ലോ. ഒറ്റ ചാട്ടമായിരുന്നല്ലോ ഇറങ്ങിയത്. എന്താ കാര്യം? ഉണ്ണിയാർച്ചേനെ കാണാനായിട്ട്. എന്നിട്ട് എന്ത് പറ്റി? പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു പോന്നു. ഉണ്ണിയാർച്ചയെ കാണാനാ? വൃത്തിയോട് പറയല്ലേ. ഒരു വൃത്തിയോടും ഇല്ല. അവര് കുളിക്കാന്ന് പറഞ്ഞപ്പോ ഇച്ചാന്റെ മുഖത്തൊന്ന് കാണേണ്ടതായിരുന്നു വിഷമം. ചോര ഇങ്ങനെ വാടന്നൊലിക്കുമായിരുന്നു. എന്തൊക്കെയാടി പറയുന്നേ? ഇച്ചായൻ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. എന്താണ്? അവര് കുളിക്കൊന്നും അല്ലായിരുന്നു. അവരകത്ത് എവിടെ കയറി ഒളിച്ചിരിക്കുവായിരുന്നു. എന്തിന്? എന്നോട് സംസാരിക്കാതിരിക്കാൻ. അവർക്ക് എന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ പിടിച്ചിട്ടില്ലേ ഇച്ചായ? സത്യവാ. ഇന്നലെ വന്നിറങ്ങിയപ്പം അവർ ഇച്ചായനോട് മാത്രമാ സംസാരിച്ചത്. എന്നോടൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇച്ചായ, നമ്മൾ രണ്ടുപേരും കൂടെ നടന്ന് അങ്ങോട്ട് ചെല്ലുന്നത് അവരകത്തിരുന്ന് കണ്ട് അപ്പൊ തന്നെ അവരകത്ത് ഏതോ മുറി കയറി ഒളിച്ച്. എന്നിട്ട് അങ്ങേരോട് പറഞ്ഞ് ഞാൻ കുളിക്കാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് തന്നെയാ സത്യം. അതുകൊണ്ടല്ലേ നമ്മൾ അത്രയും സമയം പുറത്ത് നിർത്തി സംസാരിച്ചത്. അകത്തോട്ട് കയറ്റി അവര് ഇല്ലല്ലോ. ഇനി അവരെങ്ങാനും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞാൻ എങ്ങനെയാ അവരോട് പെരുമാറാൻ പോണെന്ന് ഇച്ചായൻ കണ്ടോ? ഞാനെന്തിനാ എന്റെ വീട്ടിൽ കയറി വിളിക്കുന്നത്? ഞാൻ നല്ല ചിരിച്ച മുഖത്തോടെ അവരെ സ്വീകരിക്കും. അകത്ത് കയറ്റി ഇരുത്തും, സംസാരിക്കും, നല്ല ഉഗ്രൻ ഒരു ചായ ഇട്ട് അങ്ങ് കൊടുക്കും. അങ്ങനെ വേണം മോളെ. പക്ഷേ ആ ചായയിലേ പാലും പഞ്ചസാരയും തേയിലയും മാത്രമായിരിക്കത്തില്ല ചേർക്കും. ഈ ചായന്റെ എരുമയുടെ വയറിളക്കാൻ വേണ്ടിട്ട് ഒരു മരുന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ, അതും കൂടെ കലക്കി അങ്ങ് കൊടുക്കും. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. ക്രിമിനൽ കുറ്റമാണത്. നിനക്ക് എന്താ വേണ്ടത്? പുറത്തുനിന്ന് ആഹാരം കഴിക്കണം അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഏറ്റവും നല്ല ഹോട്ടലിൽ പോയി നിനക്ക് ഇഷ്ടമുള്ള ആഹാരം ഞാൻ വാങ്ങിച്ചാടി. നിനക്ക് ഏത് ഹോട്ടലിൽ പോകണം? അതേ ചേർന്നില്ല. പവിത്രനായിരിക്കും. അവനോട് പോയി ചോദിച്ചിട്ട് വരാം ഏതാ നല്ല ഹോട്ടലെന്ന്. നന്നായിട്ട് തുടക്കി. ഇതാര്? നിങ്ങളങ്ങോട്ട് വന്നിരുന്നത് സത്യേട്ടൻ പറഞ്ഞു. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. സാർ പറഞ്ഞായിരുന്നു. അവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും തരാൻ പറ്റില്ല. സോറി. അത് കുഴപ്പമില്ല. നിങ്ങൾ വന്ന സ്ഥിതിക്ക് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. ആലീസ് ഇല്ലേ? ഉണ്ട്. അതെ, ഞാൻ ആലീസിനെ വിളിക്കാം. ഒരു മിനിറ്റ്. അയ്യോ, അടുക്കളയിൽ വല്ല തിരക്കിലുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. അയ്യോ, അതുകൊണ്ടാ ഇരിക്കേ, ഞാൻ വിളിക്കാം. ഉണ്ണിയാർച്ച. എന്ത് ഉണ്ണിയാർച്ച? ഉണ്ണിയാർച്ചയാണ് വന്നത്. മോളെ, നമ്മള് അവിടെ ചെന്നു എന്നറിഞ്ഞിട്ട് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ മാന്യമായിട്ട് ചിരിച്ച് അവരോടൊന്ന് സംസാരിക്ക്. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ എന്റെ കാല് പിടിക്കാം. കാല് പിടിക്കൊന്നും വേണ്ട. ഓക്കെ അല്ലേ? അല്ല, ഇതാര്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ. പ്രതീക്ഷിക്കാതെ വരുന്നതല്ല അതിന്റെ ഒരു രസം. ഞാൻ ഇച്ചാനും കൂടെ രാവിലെ അവിടെ വന്നായിരുന്നു. അപ്പൊ ആർച്ച കുളിക്കാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ അടുപ്പത്ത് കറി വെച്ചിരിക്കുന്നോണ്ട് ഞങ്ങൾ ഇങ്ങ് പോകുന്നു. സത്യേട്ടൻ പറഞ്ഞായിരുന്നു. ഞാൻ എപ്പോഴും ഇച്ചായനോട് പറയും നമുക്കൊന്ന് പോയി അവരെ കാണാന്ന്. അപ്പൊ ഇച്ചായ പറയും നാളെ ആവട്ടെ എന്ന്. അല്ലേ ഇച്ചായ? തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഇവിടെ നിങ്ങൾ സ്ഥിരതാമസമായിട്ടുണ്ടല്ലോ, എപ്പോ വേണമെങ്കിലും വരുവും പോവുകയൊക്കെ ചെയ്യാലോ. ഞാൻ സത്യേട്ടനോട് പറയുമായിരുന്നു, അയൽവക്കത്തൊരു മൃഗ ഡോക്ടറല്ലേ വന്നിരിക്കുന്നത്, നമുക്ക് വല്ല പശുവിനെയോ പട്ടിയോ ഒക്കെ വാങ്ങിച്ച് വളർത്താന്ന്. ഡോക്ടറെ പറ്റി പഞ്ചായത്തില് വലിയ അഭിപ്രായം കേട്ടോ. ഡോക്ടർക്ക് ഭയങ്കര കൈപ്പുണ്യാന്നാ പറയുന്നേ. അതിന് ഞാൻ ഇതുവരെ ആശുപത്രി പോയില്ലല്ലോ. അല്ല, കോട്ടയത്ത് നിന്ന് കിട്ടിയ വിവരമാ. ഡോക്ടറെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് വലിയ ഭാഗ്യമാ. പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാം. അതിന്റെ ആവശ്യമില്ല. അത് ഈ മൃഗങ്ങൾ മനുഷ്യരെ പോലെ അല്ല. അവർക്ക് അസുഖം വന്നാൽ നമ്മൾ അങ്ങോട്ട് പോയി കാണണം. നിങ്ങള് സംസാരിച്ചിരിക്കുക, ഞാനൊരു ചായ എടുക്കാം. ചായ വേണ്ട. ചായ വേണ്ട. അനി ഇച്ചായനല്ല ചായ, ആർച്ചയ്ക്കാ. അല്ല, അങ്ങനെ അസമയത്ത് ചായ കുടിക്കാൻ പാടില്ല.
അങ്ങനെ ചായ കുടിക്കുന്നതിന് പ്രത്യേക സമയമൊക്കെ ഉണ്ട്. പിന്നല്ലാതെ ഈ സമയത്ത് ആരെങ്കിലും ചായ കുടിക്കുമോ? എന്തോ ഈ ചായ? വീട്ടിൽ വന്നവർക്ക് ഒരു ചായ എങ്കിലും കൊടുക്കണ്ടേ? പെട്ടെന്ന് ഞാൻ ചായ എടുത്തിട്ട് വരാം. ഡോക്ടർ എന്തായാലും ആലീസിന്റെ കൈപ്പുണ്യം എന്നറിയാലോ. കൈപ്പുണ്യം അറിയാതിരിക്കുന്നതാണ് നല്ലത്. എന്താ? അല്ല, ഈ കൈപ്പുണ്യം അറിയണമെങ്കിൽ നമുക്ക് ചായ അല്ല കുടിക്കേണ്ടത്, കറി എന്തെങ്കിലും കഴിക്കണം. ചായ ആരിട്ടാലും ഒരുപോലല്ലേ? ആര് പറഞ്ഞു? ഞാൻ എപ്പോ ചായ ഇട്ടാലും സത്യയുടെ കൊള്ളില്ലെന്നേ പറയാറുള്ളൂ. ആണോ? അതല്ല, ചായക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. മൃഗ ഡോക്ടർ ആണെങ്കിലും ഞാനൊരു ഡോക്ടറല്ലേ. നമ്മുടെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം ചായയാണ്. അതുകൊണ്ട് ഞാൻ ചായ കുടിക്കാറില്ല. 15 വർഷമായി ഞാൻ ചായ കുടിച്ചിട്ട്. വിശ്വസിക്കൂ? ആണല്ലേ? ഈ നമ്മുടെ നാട്ടുകാർക്ക് ഇതിന്റെ ദൂഷ്യഫലങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് അവർ വെറുതെ ചായ വാങ്ങിച്ച് കുടിക്കും. നമ്മൾ ചായക്ക് പേര് ജ്യൂസ് കുടിക്കണം. ജ്യൂസ് കുടിച്ചാൽ ശരീരത്തിൽ പിടിക്കത്തില്ലേ? അയൽവാസി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ ചായ കുടിക്കരുത്. ചായ കുടിച്ച് വയറിളകിയ ചരിത്രം വരെ ഉണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പിടിക്കണമെങ്കിൽ ജ്യൂസ് കുടിക്കണം. ആലീസിനോട് ജ്യൂസ് വല്ലതും എടുത്താൽ മതി എന്ന് പറയാ. അതെ, അല്ല, ജ്യൂസ് ഇല്ല, വാങ്ങിക്കാൻ മറന്നു. അടുത്ത പ്രാവശ്യം തരുമ്പോ ജ്യൂസ് തരാം. അതെ, നീ പോയപ്പോഴേ ആർച്ച എന്നോട് പറഞ്ഞായിരുന്നു ചായ ഇഷ്ടമല്ലാന്ന്. നിന്നോട് പറയാൻ ഒരു മടിയായിരുന്നു അല്ലേ? എന്നാലും ഞാൻ എടുത്ത സ്ഥിതിക്ക് ഒരെണ്ണം കുടിക്കും. വേണ്ട, നമ്മള് ഒരാൾക്ക് ഇഷ്ടമല്ലാതെ ഒരു സാധനം കൊടുക്കുന്നത് ശരിയല്ല. ഇനി ആർച്ച വരുമ്പോ ആർച്ചക്ക് ഇഷ്ടമുള്ള നമ്മൾ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അല്ല, എന്നാലും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വന്ന സ്ഥിതിക്ക് അത് അവസാന വരവാതിരിക്കാനാ. എന്തും അത് ഈ ഇഷ്ടമില്ലാത്ത ചായ കൊടുത്തിട്ട് ആർച്ചക്ക് അത് ഇഷ്ടപ്പെടാതെ ഇനി ഇങ്ങോട്ട് വരാതിരുന്നാലോ? അത് മോശമല്ലേ അല്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോ ആലീസ് ഒരു സദ്യ ഉണ്ടാക്കി വെക്കും, ഞാൻ കഴിച്ചോളാം. ശരി, എന്നാ ആർച്ച ചെന്നാട്ടെ. ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. ജ്യൂസ് മേടിച്ചില്ലല്ലോ, അത് മേടിക്കണം. ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കണം. അതൊക്കെ മേടിച്ചോണ്ടെങ്കിൽ അങ്ങോട്ട് വരാം. സാർ അവിടെ കാണൂ? പിന്നെന്താ? സാർ ജ്യൂസ് കുടിക്കൂ? ഷുഗറിന്റെ അസുഖം ഉണ്ടോ? നന്നായി. ശരി എന്നാ. ശരി എന്നാ. അൽസേ, ഇത് കുടിച്ചോ? പിന്നെ കുടിക്കാതെ അവര് കുടിച്ചില്ലെന്ന് വേണ്ടി ഇതുകൊണ്ട് കളയാൻ പറ്റുമോ? പാലും പഞ്ചസാരം തേയിലൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാ. എന്തോ നോക്കുന്നത്? എന്റെ പൊന്നുമോള് ചായ കുടിക്കുന്നതാണോ? നല്ല ഭംഗിയാ. ആണോ? ഇച്ചായ, ഇച്ചാൻ ഇപ്പൊ എന്താ മനസ്സിൽ വിചാരിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. എന്നാ? ഞാൻ ഈ ചായയില് എരുമയ്ക്ക് വയറിളകാനുള്ള മരുന്ന് കലക്കിയിട്ടുണ്ടെന്ന് ഇച്ചായം വിചാരിച്ചു. ഇച്ചായ, ഞാൻ എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പോ വിളിച്ചു പറയുമെന്നല്ലാതെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമോ ഇച്ചായ? ഇല്ല. ഇല്ല, ഞാൻ പാവമല്ലേ ഇച്ചായ? ഇത്ര പാവാ നീ അറിഞ്ഞില്ല. കുടിച്ചോ.